ഹായ് ഗൈസ്, ഞാനിന്ന് വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു ഇന്റർവ്യൂ സെഷനാണ്. നമ്മുടെ കൂടെ ഉള്ളത് വർഷങ്ങളായിട്ട് ഒരു ബ്രാഞ്ചിൽ ഒരു ബാങ്കിങ് മാനേജറായിട്ട് വർക്ക് ചെയ്ത ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളാണ് നമ്മളോട് ഇന്ന് ഇന്റർവ്യൂവിന് വരുന്നത്. ഒരു ബാങ്കിങ് സെക്ടർ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ഫീൽഡ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ അതിലേക്ക് പോകുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ചെറുപ്പക്കാരൻ, നമ്മുടെ കേരളത്തിലുള്ള ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച് ഒരു ജോലി എന്ന് പറയുന്നത് ഭയങ്കര അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ്. അല്ലെങ്കിൽ എല്ലാത്തിനും വില കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ജോലി വളരെ അത്യാവശ്യമാണ്. പക്ഷെ ഒരു ജോലിക്ക് പോയാൽ നമുക്ക് നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ, കൂടുതൽ ആളുകളും ഫോക്കസ് ചെയ്യുന്നത് കൊമേഴ്സ് ഫീൽഡിലേക്കാണ്, അല്ലെ? നമ്മളൊരു മെഡിക്കൽ ഫീൽഡിലേക്ക് പോകുന്നതിനേക്കാളും ആളുകളാണ് ഒരു കൊമേഴ്സ് ഫീൽഡിലേക്ക് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിലേക്കൊക്കെ പോയാൽ പിന്നീട് ജോലി കിട്ടുമ്പോൾ എന്തൊക്കെയായിരിക്കാം ആ ഒരു സെക്ടറിൽ നമ്മൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, ബിസിനസ് പരമായിട്ടും പലതരത്തിലുള്ള ടെൻഷൻസ്. കാര്യം അത് അത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് നമ്മളോട് ഇന്റർവ്യൂവിന് വരുന്നത്. നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. മിസ്റ്റർ നിബു മോഹൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. വളരെ ഏറെ കാലം ഒരു ബാങ്കിങ് സെക്ടറിൽ വർക്ക് ചെയ്ത് എത്ര വർഷത്തോളം എക്സ്പീരിയൻസ് ഉണ്ട്? 16 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ് മിസ്റ്റർ നിബു എന്ന് പറയുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ അറിയാം ഈ ഒരു സെക്ടറിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ. അപ്പം എന്റെ ആദ്യത്തെ ചോദ്യം, താങ്കളെ പറ്റി തന്നെ പറയൂ. എത്ര കാലം വർക്ക് ചെയ്തു? ഞാൻ ശരിക്കും ബാങ്കിങ് ഫീൽഡല്ല, നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനിയായിരുന്നു NBFC എന്ന് പറയും. അതങ്ങനത്തെ മേഖലയാണ്. ബാങ്കിങ്ങും നോൺ ബാങ്കിങ്ങും ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതായത് ട്രാൻസാക്ഷൻസ് നമുക്ക് മെയിൻ ആയിട്ട് ഗോൾഡ് ലോൺ ആണ്. അപ്പം നമ്മൾ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് ആണ്. ഗോൾഡ് സ്വർണ്ണപ്പണയം വെക്കുക. ഇപ്പം ഇത് അതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ആദ്യം വെച്ചാൽ ഒരു 10-50 വർഷം, ഞങ്ങൾ വെച്ചാൽ 100-300 വർഷം പഴക്കമാണ്. ആൻസിസ്റ്റേഴ്സ് മുതലേ ഈ ഒരു ഫീൽഡിൽ സ്റ്റാർട്ട് ചെയ്ത് ചെറിയ ഒരു 1-2 ബ്രാഞ്ചായിട്ട് തുടങ്ങി അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് അതിന്റെ കമ്പനിയുടെ ക്രെഡിബിലിറ്റി, കമ്പനിയുടെ ആ ഒരു നിലനിൽപ്പ് അങ്ങനെയാണ്. അത്രമാത്രം വിശ്വസ്തത നേടിയെടുത്ത ഒരു കമ്പനിയാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ താങ്കൾ ഇപ്പൊ ആദ്യമായിട്ട് ഇപ്പം നിബിച്ചേട്ടൻ ആദ്യമായിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് വരുന്ന സമയത്ത്, ഇപ്പൊ അതായത് പഠിച്ചിറങ്ങി, അപ്പൊ നമ്മൾ ആദ്യം ഒരു ബാങ്കിങ് ഫീൽഡിലേക്ക് പോവാണല്ലോ, ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻസും ഇപ്പൊ ഞാനിപ്പോ പഠിച്ചിറങ്ങിയിട്ട് ഞാനിപ്പോ ഒരു ജോലിക്ക് പോവാണെങ്കിൽ എനിക്ക് നേരിടേണ്ട ആ ഒരു വ്യത്യാസം എന്തായിരിക്കും പ്രധാനമായിട്ടും? അത് എന്റെ ഫസ്റ്റ് കമ്പനി അല്ലത്. ഞാൻ നേരത്തെ റിലയൻസിലുണ്ടായിരുന്നു, സുഭിക്ഷ എന്ന് പറഞ്ഞിട്ട് റീറ്റെയിൽ ഫീൽഡാണ്. അതിനുശേഷമാണ് ഞാൻ ഇവിടെ ഫിനാൻസ് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കമ്പനിക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ മതി. അതായത് അത് മറ്റൊരു കാര്യമുണ്ട്. അപ്പൊ എക്സ്പീരിയൻസ് വേണമെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ജോലി ഉണ്ട്, എക്സ്പീരിയൻസ് വേണമെങ്കിൽ അത് ട്രെയിനിങ് ആയിട്ട് നിന്ന് നമ്മൾ എവിടെയെങ്കിലും ട്രെയിനിങ്ങിന് പോകുന്നു, അത് അപ്രന്റീസ്ഷിപ്പ് ഉണ്ടല്ലോ, അതുപോലെ നിന്ന് അങ്ങനെ ചെയ്യുന്നല്ല. നമ്മൾ ഫിനാൻസ് ഫീൽഡിൽ കയറിയപ്പോൾ അത് എനിക്ക് ഈ ഫിനാൻസ് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തത് കാരണം ഞാൻ സ്റ്റാഫായിട്ട് കയറിയിട്ട് 1 വർഷം കഴിഞ്ഞ് ടെസ്റ്റ് ഇന്റർവ്യൂ എല്ലാം ഉണ്ടായിരുന്നു. അതിനുശേഷം പ്രൊമോട്ടറായിട്ട് അങ്ങനെ വന്നു. ഇതിനകത്ത് ഫിനാൻസ് ഫീൽഡിന്റെ മറ്റുള്ള ഒരു ഫീൽഡിനേക്കാൾ ഇപ്പൊ ഫിനാൻസ് ഫീൽഡ് എന്ന് വെച്ചാൽ ഭയങ്കര കോമ്പറ്റീഷൻ. കൂടുതൽ കുട്ടികൾ ഇപ്പൊ ഈ കൊമേഴ്സ് ഫീൽഡിനൊക്കെയാണ്. ഞാനൊക്കെ ഈ ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ആ ഒരു 1 കിലോമീറ്റർ അല്ലെ 2 കിലോമീറ്റേഴ്സ് വിതിൻ 5 കിലോമീറ്റേഴ്സ് ഏരിയക്കുള്ളിൽ 1-2 ഫിനാൻസ് കാണും. ബാങ്ക് ഒരു 3-4 ബാങ്ക് കാണും. SBI, SBI, പിന്നെ നാഷണലൈസ്ഡ് ബാങ്ക്, ഷെഡ്യൂൾഡ് ബാങ്ക്സ്. ഇത് കൂടാതെ NBFC അല്ലെങ്കിൽ മെയിനായിട്ട് ഇപ്പൊ NBFC എന്ന് പറയുന്ന അതിലേക്ക് ഒരു കോമ്പറ്റീഷൻ വന്നത് ഈ ഒരു അടുത്ത ഒരു 10-20 വർഷം കൊണ്ടാണ്. അതിനു മുമ്പെന്ന് വെച്ചാൽ നമ്മുടെ അറിയാമല്ലോ, നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ ബ്ലേഡിന് പൈസ കൊടുക്കുക, പെട്ടെന്ന് നമുക്ക് ക്യാഷ് കിട്ടാനുള്ള നമ്മളെ കയ്യിലുള്ള ഒരു സ്വർണം അങ്ങോട്ട് കൊടുത്താൽ ഉടനെ ഒരാളോട് കടം ചോദിക്കട്ടെ, അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പൊ വന്ന അതൊരു മാർക്കറ്റില് ഭയങ്കരമായിട്ട് പ്രോഫിറ്റബിലിറ്റി കിട്ടുന്ന ഒരു ഇതായതുകൊണ്ട് ആ ഒരു സെക്ടർ ആയതുകൊണ്ട് കോമ്പറ്റീഷൻ കൂടി. താങ്കൾ ആദ്യമായിട്ട് ഈ ഫീൽഡിലേക്ക് വരുന്ന സമയത്തുള്ള കോമ്പറ്റീഷനെക്കാളും ഇരട്ടിയാണെന്നാണ്? ഇരട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ വർഷം ആദ്യമായിട്ട് ജോലിക്കൊക്കെ കയറി വരുന്നത്? ഞാൻ 2009-ലാണ്. അപ്പൊ ഈ ഒരു ഫീൽഡില് അന്ന് ഒരു 2 ബ്രാഞ്ച്, പിന്നെ മുത്തൂറ്റ് ഫിനാൻസ്, അല്ലെങ്കിൽ അതിനുശേഷം മണപ്പുറം, അങ്ങനെയൊക്കെയുള്ള കുറെ ഫിനാൻസ്, മെയിൻ ആയിട്ടുള്ള ഫിനാൻസ് കമ്പനികൾ വന്നതിന് ശേഷം ഇന്ന് ഈ 2 കിലോമീറ്റർ ഏരിയക്കുള്ളിൽ ഒരു 35-40 ഫിനാൻസ് കമ്പനീസ് ഉണ്ട്. അതായത് ഈ മാർക്കറ്റ് കോമ്പറ്റീഷൻ, അത് ഏത് സെക്ടർ ആണേലും നമ്മളിപ്പോ ഒരു ചെറിയൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു കട ഇടുന്നു. അപ്പൊ കട ഇടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ലൊക്കാലിറ്റിയിൽ ആ കട, സിമ്പിൾ ഒരു സ്റ്റേഷനറി കട ഇടുമ്പോൾ നമ്മൾ ആദ്യം അന്വേഷിക്കും അവിടെ കട ഇട്ട് കഴിഞ്ഞാൽ അടുത്തുള്ള ആൾക്കാർക്ക് എന്തെല്ലാം സാധനങ്ങളാണ് അവരുടെ
ആവശ്യങ്ങൾ, അത് നോക്കിയിട്ടേ കടയിടത്തുള്ളൂ. ഇപ്പൊ അവിടെ കൂടുതൽ ഉപയോഗിക്കുന്നത് നോൺ വെജ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ അവിടെ ഒരു ഇറച്ചിക്കട ഇടും. വെജ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ ഓടിക്കുന്നത് അതിന് ഒരു സ്റ്റേഷനറി. ഈ ഒരു ഫീൽഡ് ആ ഒരു മേഖല പോലെയാണെന്നാണ് അല്ല ഞാൻ പറഞ്ഞു വന്നത്. അതുപോലെ തന്നെ ഒരു ഫിനാൻസ് കമ്പനി ഒരിടത്ത് ഇടുന്നുണ്ടെങ്കിൽ ആ ഇടുന്ന അതിന്റെ ആ കമ്പനി അവിടെ നല്ലൊരു സർവേ നടത്തിയിട്ടായിരിക്കും അവിടെ ഇടുന്നത്. അതിന്റെ സാധ്യത എന്തുമാത്രം അവിടുത്തെ സാധ്യതകളുണ്ട്, എന്തുമാത്രം അവിടെ ഇട്ടാലും നമുക്ക് ബെനിഫിറ്റ് ഉണ്ട്, അല്ലെ ആ കസ്റ്റമേഴ്സിന് അവിടെയുള്ള ക്ലയൻസിന് അതിനുള്ള ആവശ്യങ്ങൾ എന്ന് അറിഞ്ഞിട്ടായിരിക്കും ഇടുന്നത്. അങ്ങനെ വരുമ്പോൾ അടുത്തൊരു കമ്പനി, അടുത്തൊരു ഏതെങ്കിലും ഒരു ഫിനാൻസ് സ്ഥാപനം വരുമ്പോൾ അവർക്കറിയാം ഇത് അവിടെ അതിനുള്ള ബിസിനസ് സാധ്യത ഉള്ള ഏരിയ. അതുകൊണ്ടാണോ നമ്മൾ ഈ കാണുന്ന ഈ ഫിനാൻസ് സ്ഥാപനങ്ങൾ ഒന്നിട്ടിട്ട് വീണ്ടും 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 ഇങ്ങനെ വരുന്നത്? അതാണ് പറഞ്ഞത്. അപ്പൊ ആ ഏരിയയില് അങ്ങനെയാണ് കാണുന്നത്. കാരണം ഇപ്പം ഒരു സപ്പോസ് ഒരു എക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് അവിടെ 1 കോടി രൂപയുടെ പ്രോഫിറ്റ്, 1 കോടി രൂപയുടെ ബിസിനസ് നടക്കുന്നുണ്ടെങ്കിൽ, ഇവര് നടക്കുമ്പോൾ ആ 1 കോടി രൂപയുടെ ബിസിനസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു കമ്പനി. അല്ല ഞാൻ പറയട്ടെ, ഇപ്പൊ ഇങ്ങനെ ഒരു ഫിനാൻസ് സ്ഥാപനത്തിൽ അവർക്ക് ഇത്രത്തോളം ബിസിനസ് ഉണ്ടെന്ന് മറ്റൊരു സ്ഥാപനം എങ്ങനെ അറിയുന്നു? മാർക്കറ്റ് സ്റ്റഡി നടത്തും അവര്. എന്ന് വെച്ചാൽ ആ മാർക്കറ്റ് സ്റ്റഡി നടത്തും. നമുക്ക് ബിസിനസ് കൃത്യമായിട്ട് അറിയാൻ പറ്റുമോ? പിന്നെ ഇതിന് ഈ നല്ലൊരു ഫിനാൻസ് സ്ഥാപനമാണ് അല്ലെങ്കിൽ നല്ലൊരു ബാങ്കിങ് സെക്ടർ ആണെന്നുണ്ടെങ്കിൽ RBI റെഗുലേഷൻസ് വെച്ചിട്ടായിരിക്കും അത് പോകുന്നത്. അപ്പൊ ഇവരുടെ പ്രോഫിറ്റബിലിറ്റി എല്ലാം ഇവർ ഡിക്ലെയർ ചെയ്യും. മനസ്സിലായോ? എല്ലാ കാര്യങ്ങളും ഇത് മറ്റേ സ്വന്തമായിട്ടൊരു ബ്ലേഡ് ബിസിനസ് നടത്തുന്ന പോലെ അല്ല. അപ്പം വലിയ വലിയ കമ്പനി ഇവൻ ഏത് മാർക്കറ്റിലെ ഏത് സ്ഥാപനങ്ങളാണെന്നുണ്ടെങ്കിലും അവരുടെ ബിസിനസ് പബ്ലിക്കിനെല്ലാം അവെയർ ആണ്. മനസ്സിലായോ? അതായത് ഇത്രയും വലിയ രീതിയിൽ ബിസിനസ് നടത്തി ഇത്രയും വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ അത്രമാത്രം ക്രെഡിബിലിറ്റി ഉള്ള ഒരു കമ്പനിയാണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ ഇന്നത്തെ കാലത്ത് ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഇപ്പൊ നമ്മളാണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോ അവിടെ ഒരു സാധനം കൊണ്ട് അല്ലെങ്കിൽ ഒരു ബാങ്കിലെ ഡെപ്പോസിറ്റോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വെൽത്ത് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് അവിടെ ഇട്ട് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ എന്തുമാത്രം സേഫ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അവിടെ പണ്ടത്തെ പോലെ ഒരു 15% 20% പലിശ കിട്ടുന്നിടത്ത് കൊണ്ട് ഇടുക എന്നുള്ളതല്ല. ഇപ്പൊ നമ്മുടെ ക്യാഷ് എന്തുമാത്രം അവിടെ സേഫ്, അവരുടെ കയ്യിൽ സേഫ് ആണെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് പബ്ലിക് അവെയർ ആണ് അവിടുത്തെ ബിസിനസിനെ പറ്റി. അപ്പൊ ഈ മാർക്കറ്റില് അത്രമാത്രം ബിസിനസ് വോളിയം ഉണ്ട്, അത്രമാത്രം ബിസിനസ് അതിനകത്ത് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കമ്പനീസ് ഇങ്ങനെ നമ്മളിപ്പോ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അന്നേ അറിയാം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മളിപ്പോ ഒരു സ്ഥാപനത്തിലേക്ക് പുതുതായിട്ട് നമ്മൾ ജോലിക്ക് കയറിയിരിക്കട്ടെ, ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച് അവിടെ ആദ്യത്തെ ഒരു പ്രതിസന്ധി എന്തായിരിക്കും അദ്ദേഹത്തിന്? ആദ്യത്തെ അല്ലെങ്കിൽ നമ്മൾ ജോലി കയറി ഫസ്റ്റ് നമ്മൾ ഡിഫിക്കൽട്ടി എന്തായിരിക്കും? ഫേസ് ടു ഫേസ് അതെന്തായിരിക്കും? അത് ഇതാണ് പറഞ്ഞത്, മെയിൻ എന്ന് പറഞ്ഞ എക്സ്പീരിയൻസ്. ഒരാളാണെന്നുണ്ടെങ്കിൽ ട്രെയിനിങ് ആയിട്ട് നിൽക്കുന്നു. ഫിനാൻസ് ഏത് ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ഏത് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ആ ഒരു പ്രോഡക്റ്റിനെ പറ്റിയിട്ട് നമ്മൾ A to Z നമ്മൾ അറിഞ്ഞിരിക്കണം. മനസ്സിലായി? ഈ ഫിനാൻസ് ഫീൽഡ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് സെക്ടർ ആണ്. സർവീസ് സെക്ടർ എപ്പോഴും നമ്മൾ കസ്റ്റമേഴ്സിനെ ഫേസ് ചെയ്യണം. ഈ കസ്റ്റമറെ നമ്മൾ എങ്ങനെ ഇവർ കൺവിൻസ് ആവുന്നു, നമുക്ക് എന്ത് പറഞ്ഞിട്ട് എങ്ങനെ അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് അതിനകത്തെ മെയിൻ കാര്യം. നമ്മുടെ കമ്പനിയെ പറ്റിയിട്ട് ആ കമ്പനിയുടെ എന്താണ് അതിന്റെ ആ കമ്പനിക്ക് ഈ ക്ലയന്റിന് കൊടുക്കാൻ പറ്റുന്ന എന്താണ് ഒരു സർവീസ് ക്ലയന്റിന് കൊടുക്കാനുള്ള ക്ലയന്റ് നമ്മളെ അടുത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന എന്ത് സർവീസാണ് കൊടുക്കുന്നത്, എനിക്ക് എന്താണ് പ്രയോജനം, കസ്റ്റമർക്ക് എല്ലാവർക്കും വേണം എനിക്ക് എന്താണ് പ്രയോജനം, അതാണ് അവരുടെ ഇത്. അപ്പൊ ആ കസ്റ്റമറിനെ കൺവിൻസ് ചെയ്യാനുള്ള ഒരു കഴിവും ആ കമ്പനിയെ പറ്റി A to Z കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഒരു കസ്റ്റമർ വന്നതാണെന്നുണ്ടെങ്കിൽ അവരുടെ ക്വറീസ് അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാനുള്ള ഇതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ എവിടെ വർക്ക് ചെയ്താലും അതിനെപ്പറ്റി ഏറ്റവും ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ പറ്റി അതായത് ഇപ്പൊ ജോലിയിലേക്ക് കയറുന്ന ഒരാളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ബാങ്കിങ് സെക്ടറിലേക്ക് പോകുന്ന ഒരാളെ സംബന്ധിച്ച് ഏറ്റവും ഇതിനെപ്പറ്റി എന്താണ് ബിസിനസ് എന്ന് പറയുന്നത്, ഫിനാൻസ് ആണ് ആധികാരികമായിട്ട്. ഫിനാൻസ് നമ്മുടെ അത് ഇപ്പൊ മുത്തൂറ്റിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മുത്തൂറ്റിന്റെ പ്രോഡക്ട്സ് എന്ന് പറയുന്ന അത് മാത്രമല്ല അറിഞ്ഞിരിക്കുന്നത്, ഫിനാൻസ് സെക്ടറിൽ നടക്കുന്ന എന്തൊക്കെ മാറ്റങ്ങൾ. ഇപ്പം എല്ലാരും ചോദിക്കുന്നതാണ്, നിങ്ങൾ മുത്തൂറ്റിട്ട് അവിടെ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് അതിനൊക്കെ ബെനിഫിറ്റ് ഉണ്ടല്ലോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് പറഞ്ഞു നിൽക്കാൻ ആ മാർക്കറ്റ് സ്റ്റഡി അത് മാർക്കറ്റില് ആ ഫീൽഡിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഈവൻ ഇന്ത്യൻ ഫിനാൻസിൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഫിനാൻസ് സെക്ടറിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിരിക്കണം. കാര്യങ്ങളല്ല, മനസ്സിലായോ? എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിരിക്കണം. അത് ഈവൻ ഇൻ ദ കേസ് ഓഫ് എന്ത് ബിസിനസ് ആണെന്നുണ്ടെങ്കിലും
ഒരു ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അപ്പൊ നമ്മൾ അത്രയും കാര്യങ്ങളെ പറ്റി സംസാരിക്കും. അതിനാണ് കമ്പനീസ് ഇപ്പം, അതായത് കോർപ്പറേറ്റ് കമ്പനീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോടികള് ചെലവാക്കിയിട്ടാണ് ഈ സ്റ്റാഫിന് ട്രെയിനിങ് കൊടുക്കുന്നത്, അതായത് പഠിപ്പിച്ചെടുക്കാൻ. അവൻ അത് എക്സ്പീരിയൻസ് ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരിടത്ത് വർക്ക് ചെയ്താലേ എക്സ്പീരിയൻസ് ആകും. അത് നമ്മുടെ വർക്കിംഗ് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ എന്താണ് ഈ ഒരു കമ്പനിയെ പറ്റി നമ്മൾ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ 10 വർഷം 15 വർഷം 20 വർഷം വർക്ക് ചെയ്യുന്നതാണ് നമ്മുടെ റെസ്യൂമില് വെക്കുന്നതാണ് നമ്മുടെ എക്സ്പീരിയൻസ്. അതാണ് നമ്മുടെ അതല്ല എക്സ്പീരിയൻസ്. നമ്മൾ ഏത് സർവീസ് സെക്ടറിൽ അല്ലെങ്കിൽ ഏത് സെക്ടറിൽ വർക്ക് ചെയ്തു, അവിടുന്ന് എന്താണ് നമുക്ക് കിട്ടിയത്, അവിടുന്ന് എന്ത് നോളജ് ആണ് നമ്മൾ അക്വയർ ചെയ്തത്, അതാണ് നമ്മുടെ എക്സ്പീരിയൻസ്. അപ്പൊ ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഇത്രയും കാര്യങ്ങളെ പറ്റി സംസാരിച്ചു. അപ്പൊ എന്റെ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഏതൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ അതിന്റെ പ്രതിഫലം, നമുക്ക് എത്ര രൂപ ശമ്പളം എന്നുള്ളൊരു ലെവലുണ്ടല്ലോ. അപ്പോൾ സാധാരണ ഇപ്പൊ കേരളത്തിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു 10,000 രൂപയോ 12,000 രൂപയോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ മുതലാവില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ താങ്കളുടെ അഭിപ്രായത്തിൽ ആദ്യം ജോലി കയറിയ സമയത്ത് ഒരു ശമ്പളം, പിന്നീടുള്ള അല്ലെങ്കിൽ താങ്കൾ മാനേജറായിട്ടിരുന്ന ബ്രാഞ്ചിൽ തന്നെ ഒരുപാട് ചെറുപ്പക്കാർ കാണുമല്ലോ, അപ്പൊ അവരൊക്കെ എങ്ങനെയാണ് ഈ ഒരു സാറ്റിസ്ഫൈഡ് ആണോ ഈ ഒരു സാലറിയിൽ, അല്ലെങ്കിൽ അവർ കുറ്റം പറയാറുണ്ടോ, എങ്ങനെ എന്തെങ്കിലുമൊക്കെ? ഞാൻ പറയട്ടെ, ഏബിൾ ആയിട്ടുള്ള ഒരു എംപ്ലോയിക്ക് അതിനുള്ള റെമ്യൂണറേഷൻ കിട്ടിയിരിക്കും. അത് ബാങ്കിങ് സെക്ടറിൽ അങ്ങനെയാണ്. ബാങ്കിങ് സെക്ടറിൽ അങ്ങനെയാണ്, എല്ലാ സെക്ടറിലും അങ്ങനെയാണ്. നമ്മളെ ആ കമ്പനിക്ക് കിട്ടിയാൽ ആ കമ്പനിക്ക് വെർത്താണ്, ആ കമ്പനിക്ക് നാളെ ഇതിനേക്കാൾ നല്ല ബെനിഫിറ്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മളെ എങ്ങനെയെങ്കിലും അവർ അക്വയർ ചെയ്യാൻ നോക്കും. മനസ്സിലായോ? അതാണ് നമുക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി, കിട്ടുന്നതായിട്ട് എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാം എന്നുള്ള ഒരാളിനെ സംബന്ധിച്ചുള്ള ഒരു ജോലി എന്നുള്ളതേ ഉള്ളൂ. എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഇപ്പൊ ഒരു കമ്പനിയിൽ 10,000 രൂപ അല്ലെ 20,000 രൂപ ആണ് ഫിക്സഡ് സാലറി എന്നുണ്ടെങ്കിൽ, നമ്മൾ ആ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ, ഒരു ജോലിക്ക് പോവാണെന്നുണ്ടെങ്കിൽ അതിനാണല്ലോ ഇന്റർവ്യൂ നടക്കുന്നത്. സംസാരിക്കുമ്പോ അറിയാം ഇവൻ ഈ കമ്പനിയിൽ വന്നാൽ നമുക്ക് എന്ത് മെച്ചം ഉണ്ടാവും. അങ്ങനെയാണ് ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനീസിൽ ബാർഗെയിൻ ചെയ്താണ് സാലറി മേടിക്കുന്നത്. ഇത്ര കമ്പനിക്ക് അതിപ്പോ നമ്മൾ ഇന്റർവ്യൂ സെക്ഷൻസ് തന്നെ നമ്മൾ ചോദിക്കുക. ഇന്റർവ്യൂ സെക്ഷൻസിൽ മിക്ക കമ്പനീസും പറയും അവരുടെ ഇതാണ് നമ്മുടെ സാലറി സ്കെയിൽ, പേ സ്കെയിൽ ഇതാണെന്ന് പറയും. അപ്പൊ ഞാനിപ്പോ എനിക്ക് അതിൽ കൂടുതൽ കിട്ടിക്കൊണ്ടിരുന്ന ഏതാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രയാണ്, ഇഫ് ഐ എം ഗെറ്റിംഗ് ദിസ് മച്ച് മോർ ഐ വിൽ സ്റ്റേ ഹിയർ. നമ്മൾ ആ ശമ്പളത്തിന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പം മനസ്സിലാക്കും, നമ്മളോട് സംസാരിക്കുന്ന നമ്മുടെ എക്സ്പീരിയൻസോ നമ്മൾ എന്താണോ നമ്മൾ അവരുടെ ടോക്സിൽ അവർക്ക് മനസ്സിലാവും ഇവൻ ഈ ആളിനെ എടുത്തു കഴിഞ്ഞാൽ ആ കമ്പനിക്ക് അത് ബെനിഫിറ്റ് ഉണ്ടാവുന്നു. അതിനാണ് നെക്സ്റ്റ്. അപ്പം സാലറി നമ്മൾ ഇത്ര ഇത് അവരുമായിട്ട് കമ്പനിയുമായിട്ട് സംസാരിച്ചിട്ട് സാലറി ഫിക്സ് ചെയ്തു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊബേഷൻ പീരീഡ്. അങ്ങനെ ഒരു സംഭവം, അതിനാണ് പ്രൊബേഷൻ പീരീഡ് വെക്കുന്നത്. ഈ അടുത്ത 6 months ഇവൻ പറഞ്ഞതൊക്കെ അവിടെ പ്രാബല്യത്തിൽ വരുന്നുണ്ടോ, അല്ലെ ഇവൻ പറഞ്ഞതൊക്കെ എന്തെങ്കിലും ഇവൻ അറിയാവുന്നതാണോ, ഇവന് തലയ്ക്ക് ആ പ്രൊബേഷൻ പീരീഡില് ഇപ്പൊ ചില കമ്പനീസ് ഈ ടാർഗറ്റ് തരും, അല്ലെങ്കിൽ ഒരു കമ്പനി അല്ലെങ്കിൽ ഏത് ഫിനാൻഷ്യൽ. നമ്മൾ പറയുന്നത് ബാങ്കിങ് സെക്ടറിനെ പറ്റി മാത്രമല്ല കേട്ടോ, നമ്മൾ എല്ലാ തരത്തിലുള്ള ബിസിനസിനെ പറ്റിയും കൂടിയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഈവൻ ഇതിന്റെ എല്ലാ ഫൈനൽ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റബിലിറ്റി, മനസ്സിലാവും, പൈസ തിരിച്ചു കിട്ടുക. ഫിനാൻസ് ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ ഫിനാൻസിൽ എന്താണോ ബിസിനസ്, ഇപ്പൊ ഗോൾഡ് ലോൺ ആണെങ്കിൽ ഗോൾഡ് ലോൺ ബിസിനസ്, അല്ലെങ്കിൽ ബാങ്കിങ് സെക്ടർ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച്, ഇൻഷുറൻസ് സെക്ടർ ആണെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ്. ഇത് വിറ്റ് കാശാക്കുക, അതിലൂടെയുള്ള ബെനിഫിറ്റ് കമ്പനിക്ക് കിട്ടുക, അത് പ്രോഫിറ്റബിലിറ്റി ആകുക. അതാണ് എല്ലാ ഇതിലും പ്രോഫിറ്റ് ആണ് എല്ലാത്തിന്റെയും ബിസിനസ്. അത് ഫിനാൻസ് ആണെന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റ് വ്യത്യാസം എന്നുള്ളതേ ഉള്ളൂ എല്ലാത്തിലും. മനസ്സിലായി? അല്ല, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ ഒരു ബിസിനസ് ഫീൽഡിൽ അല്ലെങ്കിൽ ഒരു ബാങ്കിങ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ പലരും പറയണം ടെൻഷൻ, അല്ലെ? ഇപ്പൊ താങ്കളും ഒരുപാട് ടെൻഷൻ അനുഭവിച്ചു കാണുമല്ലോ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ. അപ്പോ ഈ ഒരു ടെൻഷൻ മാനേജ്മെന്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ഒരു ടെൻഷൻ, ഈ കമ്പനി എങ്ങനെയാണ് ആളുകളെ ഒരു മനുഷ്യൻ എന്നുള്ള നിലവാരം പോലും കാണാത്ത ടെൻഷൻ കൊടുക്കുന്ന കമ്പനികളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതെങ്ങനെയാണ്, അതിനെപ്പറ്റി എന്താണ് പറയുക? ഡെഫിനറ്റ്ലി ഫിനാൻസ് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം ടെൻഷനുള്ള ഫീൽഡാണ്. അതായത് ഈ പൈസ വെച്ച് കളിക്കുന്നതുകൊണ്ടാണോ? പൈസ വെച്ച് കളിക്കുന്നു എന്നുള്ളതല്ല. ഈ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ 10,000ങ്ങളുടെ ബിസിനസ് സെലക്ഷൻ ഉണ്ട്. ഇപ്പൊ വെച്ചാൽ ക്രോസ് ആൻഡ് ക്രോസ് ഡെയിലി ചാർജസ് പോലും ലാക്സ് ആൻഡ് ലാക്സ് ഓഫ് ബിസിനസ് ആണ്, ടേൺ ഓവർ. അതായത് കമ്പനി അത്രമാത്രം വളർന്നുകൊണ്ടിരിക്കുന്നു, അതിനനുസരിച്ചിട്ട് നമ്മൾ ബിസിനസ് ചെയ്യുന്നു, ഇതെല്ലാമാണ് ഇതിനകത്ത്. അതിനനുസരിച്ചിട്ട് നമുക്ക് ആ ബിസിനസ് ചെയ്യുന്നതനുസരിച്ചിട്ട് എംപ്ലോയീസിന് അതിനനുസരിച്ചിട്ട് ബെനിഫിറ്റ് ഉണ്ട്. ഇപ്പൊ കമ്പനി പറഞ്ഞിപ്പോ ഈ ഒരു ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഈ കമ്പനി വിചാരിക്കുന്നതിനപ്പുറം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ
അവരെങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് അതാണ് ഇൻസെന്റീവ്സ്. അതിനാണ് കമ്പനീസ് ഇൻസെന്റീവ്സ് കൊടുക്കുന്നത്. ശമ്പളം ഫിക്സഡ് സാലറി ആണെന്നുണ്ടെങ്കിൽ എല്ലാ കമ്പനീസും ഇപ്പൊ ഫിനാൻസ്, എസ്പെഷ്യലി ഫിനാൻസ് സെക്ടേഴ്സ്, ബാങ്കിങ് അല്ല, നോൺ ബാങ്കിങ് ഇതുപോലുള്ള പ്രൈവറ്റ് ഫിനാൻസ് കമ്പനീസ് എല്ലാം ഇൻസെന്റീവ് ഓറിയന്റഡ് ആണ്. ചില കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ സാലറി പോലും ഇല്ല, ഇൻസെന്റീവ്. ഇപ്പൊ ഇൻഷുറൻസ് സെക്ടേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസെന്റീവ് കമ്മീഷൻ എന്ന് പറയുന്ന പോലെ. അപ്പം ഇതിനകത്ത് രണ്ട് ബെനിഫിറ്റ് ഉണ്ട്. ഈ ഇൻസെന്റീവ് അല്ല കമ്മീഷൻ ബേസിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ ബിസിനസ് ചെയ്യാൻ കഴിവുള്ള ഒരു എംപ്ലോയെ സംബന്ധിച്ചോളം അവൻ അതാണ് ബെനിഫിറ്റ്. കാരണം ഇൻസെന്റീവ്സ് കൂടുതൽ കിട്ടും. ഒരു ഫിക്സഡ് സാലറി അന്ന് ഈ പറഞ്ഞ പോലെ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി മതി എന്ന് പറഞ്ഞിരിക്കുന്നതാണ്, ഞാൻ ഫിക്സഡ് സാലറി വെച്ച് അതുകൊണ്ട് കമ്പനിക്കും ബെനിഫിറ്റ് ഇല്ല, ഈവൻ ഈ എംപ്ലോയിക്കും ബെനിഫിറ്റ് ഇല്ല. അത്യാവശ്യം ഇങ്ങനെ പോവാന്നുള്ളേ ഉള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ ബിസിനസ് ഓറിയന്റഡ് അല്ലെങ്കിൽ വർക്ക് ഓറിയന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ അക്വയർ ചെയ്യുക, നമ്മൾ ബിസിനസ് കൂടുതൽ ചെയ്യുക, കൂടുതൽ അതിനനുസരിച്ചിട്ട് കമ്പനിക്ക് പ്രോഫിറ്റ് ആവും, അതിനനുസരിച്ച് നമുക്ക് പൈസ. ഒരു കാര്യം ഞാൻ പറയാം, ടെൻഷൻ. ഫിനാൻസ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷൻ. ഇപ്പൊ ബാങ്കിങ് ഫീൽഡ് അല്ലെങ്കിൽ നോൺ ബാങ്ക് ഫീൽഡിലൊക്കെ ഈ ആത്മഹത്യകൾ കൂടുന്നു, ഇതൊക്കെ ടെൻഷൻ. ടാർഗറ്റ് ഇപ്പൊ ഇത്ര വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്റ്റാഫ് നാളെ ഇത്ര ടാർഗറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ഇത് പിടിച്ചു നിൽക്കാൻ പറ്റാതെ ഇവര് അവന് മൈൻഡ് ഇത് മാറുന്നു. അതിനാണ് പല കമ്പനീസും ടൂർ പാക്കേജസ്, ഇത്ര ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് വിദേശത്തേക്ക് ടൂർ, അതുപോലെ ടൂർ പാക്കേജസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇതിനിടയ്ക്കെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പാർട്ടി കമ്പനി പ്രോഗ്രാംസ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ട്. ബിസിനസ് ഓറിയന്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ടെൻഷൻ അടിക്കാൻ, നമ്മളിപ്പോ വെറുതെ വീട്ടിൽ ഇരുന്ന് ക്യാഷ് കിട്ടുക. ഞാൻ ചോദിക്കാൻ വന്ന ചോദ്യം എന്താണെന്നറിയോ, നമ്മൾ ഈ ടെൻഷനെ പറ്റി സംസാരിച്ചു, ശമ്പളത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു. ഈ ശമ്പളവും എന്നുള്ള മെച്ചങ്ങളൊക്കെ മെച്ചം തന്നെയാണ് ജീവിതത്തിൽ. പക്ഷെ ഇത് കൂടാതെ എന്താണ് ഒരു സ്പെഷ്യൽ ഫാക്ടർ? അല്ലെങ്കിൽ ഒരു ഡിഗ്രി കഴിഞ്ഞ, ഒരു കൊമേഴ്സ് കഴിഞ്ഞ ഒരാള് ബാങ്കിങ് സെക്ടറിലേക്ക് എന്തിനു പോകണം? ഇപ്പൊ നമ്മൾ പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല ഇവിടെ ചെയ്യുന്നത്. നമ്മൾ ഇദ്ദേഹം ഒരുപാട് വർഷങ്ങളായിട്ടിരിക്കുന്ന ആളുകളാണ്. അപ്പം ഇത് നമ്മൾ കാണുന്ന പലരുടെയും പേരൻസ് ഉണ്ടാവാം, അല്ലെ? ഇപ്പൊ കൊമേഴ്സ് ഒക്കെ പഠിക്കുന്നവരുടെ പേരൻസ് ഉണ്ടാവാം, കുട്ടികളുണ്ടാവാം. അപ്പൊ നിങ്ങൾക്കൊക്കെ ഒരു ഡിസിഷൻസ് മേക്കിംഗ് എന്ന് പറയുന്ന ഒരു ലെവലിൽ എക്സ്പീരിയൻസ് വൈസ് ഒരാളാണ് സംസാരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കേൾക്കാം. പക്ഷെ ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മെച്ചങ്ങൾ കൂടാതെ മറ്റെന്ത് സ്പെഷ്യൽ ഫാക്ടറാണ് അതിലേക്ക് ഒരു വ്യക്തി പോകണം എന്ന് താങ്കൾ പറയുന്ന ഒരു കാര്യം? അത് നമ്മുടെ കരിയർ ഓറിയന്റഡ് ആയിട്ടാണെന്ന് പറഞ്ഞാൽ നമ്മുടെ റെപ്യൂട്ടേഷൻ. ഒരു ബാങ്കിങ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരാളിന് കിട്ടുന്ന ഒരു എന്താ പറയുന്ന ആ ഒരു പൊസിഷൻ, അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ബഹുമാനം എന്ന് പറയുന്നതിലും കൂടുതൽ സമൂഹത്തിൽ ഏത് എന്താ പറയുന്ന ഫീൽഡ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു കാലത്തും നമുക്ക് ബാങ്കിങ് സെക്ടർ ഇല്ലാതെ ഇരിക്കത്തില്ല. അതില്ല, മനസ്സിലായി. എത്ര നാള് കഴിയുന്നാലും അതാണ് കമ്പനീസ് കൂടി വരുന്ന ആളുകളുടെ കയ്യിൽ പൈസ ഉള്ളിടത്തോളം കാലം ബാങ്കുകൾ ഒരു കാരണവശാലും ബാങ്കിങ് സെക്ടർ ഇല്ലാത്ത ഒരവസ്ഥ വരുന്നില്ലല്ലോ. അപ്പൊ അത് കാരണം നമുക്ക് ജോലി സെക്യൂർഡ് ആണ്, നമ്മുടെ കരിയർ സെക്യൂർഡ് ആണ്. ഈ ടെൻഷൻ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടില് കൃഷി ചെയ്തോ അല്ല അങ്ങനെയൊക്കെ ചെയ്തോ, അതിനും ടെൻഷൻ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. കർഷകര് ടെൻഷൻ അനുഭവിച്ച് പക്ഷെ ഇപ്പൊ തന്നെ പല ആളുകളും കുട്ടികളൊക്കെ ആണെങ്കിലും കൃഷി എന്ന് പറയുന്ന മേഖല മെയിൻ ആയിട്ട് കാണുന്നവരുണ്ട്. അതിൽ പണ്ട് നമ്മൾ കാണുന്ന പോലെ വയൽ അങ്ങനെ കൃഷിയല്ല, കുറച്ചുകൂടെ ആധുനികമായിട്ടുള്ള കൃഷി രീതികളൊക്കെ, ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള എന്ന് പറഞ്ഞ പോലെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ സ്റ്റുഡൻസ് ഒത്തിരി പേര് ഈ അത് നിർത്തിയിട്ട് അഗ്രികൾച്ചർ ഫീൽഡിലേക്ക് വരുന്നുണ്ട്. ഇതെല്ലാം അതാ പറഞ്ഞേ. അപ്പൊ അതിന് ഒരു ടെൻഷൻ ഇല്ലാത്ത ഒരു ഫീൽഡും ഇല്ല, മനസ്സിലായോ? ടെൻഷൻ ഇല്ലാത്ത ഒരു ഫീൽഡും ഇല്ല. ഈ കൃഷി എളുപ്പമാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കുക കൃഷി ചെയ്ത് പോയാൽ മതി എന്നുള്ള. ഈ നെൽകൃഷിയൊക്കെ ഉള്ള കർഷകരുടെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നില്ല. ഒരു സമയത്ത് മഴയോ നെൽകൃഷി ചെയ്യുന്ന ആളുകൾ ഇല്ല, കുട്ടനാടൻ പ്രദേശങ്ങളിലൊക്കെ ആ ഒരു ഏരിയ. പക്ഷെ പണ്ടൊക്കെ ഞാൻ പഠിച്ച സ്കൂളിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു നെൽപ്പാടം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആ നെൽപ്പാടം ഇല്ല. ഞാൻ പറഞ്ഞു വന്നത് അതാണ്, എല്ലാ ഫീൽഡിലും അതിൻ്റെതായിട്ടുള്ള ഇതുണ്ട്. പിന്നെ ഓരോരുത്തർ കരിയർ നമ്മൾ സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് അവരവരുടെ ഒരു ഇഷ്ടമാണ്. നമ്മൾ ഏത് സെക്ടറിൽ പോകണം എന്നുള്ളത്. ഏത് സെക്ടറിൽ പോയാലും നമ്മൾ സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യുക. കമ്പനി അല്ല ഏത് കമ്പനിയാണോ ആ കമ്പനിയുടെ റൂൾസ് അനുസരിച്ചിട്ട് ഇപ്പം ഒരു ഫിനാൻസ് സെക്ടറോ അല്ലെങ്കിൽ ബിസിനസ് സെക്ടറോ സെയിൽസ് സെക്ടറോ ആണെന്നുണ്ടെങ്കിൽ ടാർഗറ്റ് ഓറിയന്റഡ് ആണ് വർക്ക്. നമ്മൾ ഒരു ഫിക്സഡ് ടാർഗറ്റ് വരും. ഈ ടാർഗറ്റ് ഇപ്പൊ 1 crore അല്ല ഒരു 10 lakhs ബിസിനസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ 10 lakhs അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് 10 lakhs ബിസിനസ് നമ്മൾ അച്ചീവ് ചെയ്യാൻ. ഈ 10 lakhs ബിസിനസ് നമ്മൾ ചെയ്യുന്നു എന്ന് പറയുന്നില്ലേ,
അത് ഈ കമ്പനി തരുന്ന എത്ര ടൈം ഗ്യാപ്പിലായിരിക്കും, അല്ലെങ്കിൽ എത്ര നാളിനുള്ളിൽ തരുന്നതായിരിക്കും? അത് കമ്പനിയുടെ ഇതനുസരിച്ചിട്ടായിരിക്കും വരുന്നത്. കാരണം നമ്മുടെ ഒരു ഏരിയയിൽ ആ ബിസിനസ് എത്ര നടക്കുന്നു, അവിടെ എത്ര ബിസിനസ് കിട്ടാൻ സാധ്യതയുണ്ട്, നമ്മൾ ഓൾറെഡി ഇത്ര നാൾ വന്നിരുന്ന ബിസിനസ് എങ്ങനെയാണ് ചെയ്തിരുന്നത്, ഇതെല്ലാം വെച്ചിട്ടാണ് ആ ടാർഗറ്റ് ഫിക്സ് ചെയ്യുന്നത്. നമ്മുടെ ഏരിയയിൽ ഇത്ര മാത്രം ബിസിനസ് കിട്ടാൻ സ്കോപ്പ് ഉള്ളതാണ്. അതാ പറഞ്ഞത്, ഇപ്പൊ നിലവിൽ ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിലും മറ്റുള്ള കമ്പനികളുടെ അവരുടെ എത്ര ഉണ്ട് ഔട്ട്സ്റ്റാൻഡിങ് കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ പറ്റും പബ്ലിക്കലി. അപ്പൊ ആ കമ്പനിയിൽ ഇത്ര ബിസിനസ് അവർക്ക് കിട്ടുന്നുണ്ട്, അപ്പൊ എന്തുകൊണ്ട് നമുക്ക് കിട്ടിക്കൂടും? അതിനനുസരിച്ചായിരിക്കും നമ്മളിപ്പോ ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു കമ്പനി നമുക്ക് ഫിക്സഡ് ടാർഗറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ആ ടാർഗറ്റ് അച്ചീവ് ആയി പോവാണെന്നുണ്ടെങ്കിൽ എന്താണ് മനസ്സിലാവുന്നത്? നമുക്ക് ബിസിനസ് അവിടെ കിട്ടേണ്ട ബിസിനസ് ആണ്. അപ്പൊ കമ്പനി വീണ്ടും അത് കൂട്ടും. മനസ്സിലായോ? ഇതല്ല, ഇതിൽ കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് ഓരോ പ്രാവശ്യം ബിസിനസിന്റെ. ഞാൻ പറയട്ടെ, ഇപ്പൊ ഇത്രയും അധികം മെച്ചങ്ങൾ ഉണ്ടെന്ന് നിമിഷം പറയുമ്പോഴും പലരും എന്തുകൊണ്ടാണ് പൊഴിഞ്ഞു പോകുന്നത്, അല്ലെങ്കിൽ പലരും എന്തുകൊണ്ടാണ് ഈ ഒരു ഫീൽഡ് വേണ്ട എന്ന് വിചാരിച്ച് മാറുന്നത്? ഫീൽഡ് മാറുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതിനിടയ്ക്ക് പേഴ്സണൽ പ്രിഫറൻസ് അനുസരിച്ച് മാറുന്നവരും ഉണ്ടായിരിക്കും കേട്ടോ. അതല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് ചിലപ്പോൾ ഈ കരിയർ കുറെ നാൾ നിന്ന് കഴിയുമ്പോൾ അതിനൊക്കെ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പൊ ഒരു പ്രൈവറ്റ് സെക്ടറിനെ, ഗവൺമെന്റ് ഇല്ല, പ്രൈവറ്റ് സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്പനിയിൽ നിൽക്കുന്നത് ചുരുക്കമാണ്. ഒരു 5 വർഷം അല്ലെ 6 വർഷം അല്ലെ 10 വർഷം നിന്നാൽ അടുത്ത കമ്പനിയിൽ ഇപ്പൊ ഏത് കേഡറിലാണോ വർക്ക് ചെയ്യുന്നത് ആ കേഡറിൽ നിൽക്കി കഴിഞ്ഞാൽ അടുത്ത ഒരു കമ്പനി, നമ്മൾ ബിസിനസ് പല കമ്പനീസും അറിഞ്ഞു വരും, ഈ ഒരു വ്യക്തി ഇന്നടുത്ത് വർക്ക് ചെയ്യുന്നത് നല്ല ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫേഴ്സ് വരും. ഓഫേഴ്സ് വരുമ്പം ഇതാണ് ക്യാഷ്, നമുക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ, അവർ തരുന്ന അവിടുന്ന് കിട്ടുന്ന നമുക്ക് ബെനിഫിറ്റ്സ് കൂടുതൽ അവർ ഓഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകും. പിന്നെ നമ്മുടെ കരിയർ ഗ്രോത്തിനനുസരിച്ചിട്ട് നമുക്ക് ഒരു കമ്പനിയിൽ നിന്ന് ആ കമ്പനിയിൽ കിട്ടുന്ന ഗ്രോത്തിനേക്കാൾ പെട്ടെന്ന്, അതായത് ഞാൻ ഇപ്പോൾ ഒരു മാനേജറായിട്ട് വർക്ക് ചെയ്തിരുന്നു, 5 വർഷം 10 വർഷമായിട്ട് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു, അടുത്തൊരു പ്രൊമോഷൻ വരുന്ന സമയത്ത് കിട്ടി, അതൊരു 2 വർഷം കഴിഞ്ഞാൽ കിട്ടും, അല്ലെ 10 വർഷം കഴിയുമ്പോഴാണെന്നുണ്ടെങ്കിൽ അതിന്റെ ടൈം പീരീഡ്. അതല്ല, ഇനി നമ്മളൊരു 5 വർഷം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു കമ്പനിയിൽ നിന്ന് നമ്മളുടെ ആ ഒരു എബിലിറ്റി കണ്ടിട്ട് വേറൊരു കമ്പനിയിൽ നിന്ന് ഓഫർ വരുവാണ്, നിങ്ങൾക്ക് ആ റീജിയന്റെ മാനേജറായിട്ടോ അല്ലെങ്കിൽ ഹയർ പൊസിഷൻ തരാം, ഇത്ര രൂപ സാലറി തരാം എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി അങ്ങോട്ടേക്ക് മാറും. നമ്മൾ ഒരിടത്ത് തന്നെ നമ്മൾ പല കമ്പനിയിലേക്ക് മാറി എന്ന് വെച്ചാൽ നമ്മൾ കരിയർ ഗ്രോത്ത് ആണ് ഉദ്ദേശിക്കുന്നത്. കരിയർ ഗ്രോത്ത് വിചാരിച്ചിട്ട് നമ്മൾ ഓരോ കമ്പനിയിലേക്ക് മാറും. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വീഡിയോ വെച്ച് ലോങ് ആയിട്ടുണ്ട് കേട്ടോ, പക്ഷെ കുഴപ്പമില്ല. പക്ഷെ ഇതെല്ലാം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ അപ്പൊ ഇനി അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ്, അത് ഇദ്ദേഹം ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ ഓഡിയൻസിനോട്, അതിൽ പലരും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ കോഴ്സ് എടുക്കുന്നവരുണ്ടാവാം, ഇനി കൊമേഴ്സിലേക്ക് പോകണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടാവാം, ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടാവാം, അവരോടെല്ലാമായിട്ട് എന്താണ് അവർക്കുള്ള ഒരു അഡ്വൈസ്, അല്ലെങ്കിൽ താങ്കളുടെ എക്സ്പീരിയൻസിൽ നിന്നും കണ്ട ജീവിതത്തിൽ നിന്നും എന്താണ് ഒരു വിജയിക്കാൻ, അവരിപ്പോ ഈ ഫീൽഡിലേക്ക് പോകുമ്പോൾ വിജയിക്കാനായിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ് എന്താണ്? അത് തന്നെ അബ്ദുൽ കലാം പറഞ്ഞ പോലെ, അബ്ദുൽ കലാം സാർ പറഞ്ഞ ഒരു കോട്ടുണ്ട്, ലവ് യുവർ ജോബ് നോട്ട് യുവർ കമ്പനി. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പനിയെ ഇഷ്ടപ്പെടരുതെന്നല്ല അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിച്ചത്. നമ്മുടെ ജോലി, ഏത് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു, നമ്മുടെ ആ ജോലിയെ നമ്മൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നോർമലി ആ കമ്പനിയെ നമ്മൾ ഇഷ്ടപ്പെട്ടോളൂ. നമ്മുടെ ജോലിയെ നമ്മൾ ഇഷ്ടപ്പെടുക, ഏത് ജോലിയാണേലും, ഈവൻ ഈ പറയുന്ന ഫാർമർ അല്ലെങ്കിൽ ഒരു മത്സ്യത്തൊഴിലാളി, അവന്റെ ജോലിയെ ഇഷ്ടപ്പെടുക. ആ ജോലിയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്നും വർക്ക് ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടാവും. നമുക്ക് ഈ ടെൻഷനും ഒക്കെ നമുക്ക് മാറ്റി വെക്കാൻ പറ്റും ഒരു പരിധി വരെ. നമുക്ക് എന്നും ചെയ്യുന്ന ജോലി, നമുക്ക് എന്നും ആ ജോലിയോട് ഒരു സ്നേഹം കൂടിക്കഴിഞ്ഞാൽ എന്നും ആ ജോലിക്ക് പോകാൻ താല്പര്യമായിരിക്കും. ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ താല്പര്യമായിരിക്കും. നമ്മൾ ഏത് ജോലിയാണെന്നുണ്ടെങ്കിലും ചെയ്യുന്ന ജോലിയെ ഇഷ്ടപ്പെടുക, അത് സിൻസിയറായിട്ട് ചെയ്യുക, മുമ്പോട്ട് പോവാം. നമുക്ക് നല്ലൊരു ഫ്യൂച്ചർ ആയിരിക്കും അതിലുണ്ടാകും. ഏത് ഫീൽഡിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഓഡിയൻസിനെ കൂടെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നമ്മുടെ എല്ലാവർക്കും അതാണ് വെച്ചാൽ നമ്മുടെ ജോലിയെ നമ്മൾ ഏത് ജോലി ചെയ്താലും ആ ജോലിയെ ഇഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യുക, ആത്മാർത്ഥത്തോടുകൂടി ചെയ്യുക. ആ ജോലിയിൽ നമുക്ക് നല്ല ഉയർച്ച ഉണ്ടാവും. അപ്പൊ അതായിരുന്നു നമ്മുടെ ഇന്നത്തെ പോഡ്കാസ്റ്റ്. അപ്പോൾ ഇനി കൊമേഴ്സ് ഫീൽഡിലേക്ക് പോകുന്ന ആളുകൾ, അല്ലെങ്കിൽ പേരൻസ്, ബന്ധുക്കൾ ആരാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ഈ വീഡിയോ ഇനി പോകുന്ന ഒരാളുകളിലേക്കൊക്കെ എത്തിക്കുക. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു. ഓക്കെ, ബൈ.